ഇന്ന് രാവിലെ തുടങ്ങിയ ഒരു വാർത്താ ചാനലിന്റെ കുത്തിത്തിരിപ്പ് കാണാതെ പോകരുത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ നിന്ന് ജോസ് കെ മാണിയുടെ ഭാര്യ മത്സരിക്കുമെന്നാണ് അവർ കവടി നിരത്തി നോക്കിയപ്പോൾ കണ്ടെത്തിയത്. കുറച്ച് ദിവസങ്ങളായി ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും ഈ രീതിയിലുള്ള വാർത്തകൾ പടച്ചുവിടുന്നു. അതിനിടെ ഏതോ ഒരു ബിരുദൻ മാണി സി കാപ്പനും തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറി നിന്ന് ഭാര്യ ആലീസിനെ മത്സരിപ്പിക്കുന്നു എന്ന നിലയിൽ ഒരു പോസ്റ്റ് ഇട്ടത് കണ്ടു. വ്യക്തിപരമായി ഈ രണ്ടുപേരോടുമുള്ള വിരോധം, അത് ഒരുപാട് പേർക്കുണ്ടായേക്കാം. ആ വിരോധം പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു എന്ന് മാത്രമേ ഇവരോടെല്ലാം പറയാനുള്ളൂ. ജോസ് കെ മാണിയുടെ ശത്രുക്കൾ മുഴുവൻ എങ്ങനെ പുതിയ കഥകൾ മെനയണമെന്നറിയാതെ പുതിയ മാർഗങ്ങൾ തപ്പി നടക്കുമ്പോഴാണ് മുഖ്യധാരാ മാധ്യമങ്ങളും ഈ രീതിയിൽ പച്ച നുണകൾ പടച്ചുവിടുന്നത്. ഗോസിപ്പുകളാകാം, പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ജോസിനോടും കാപ്പനോടും എന്ത് വിരോധവും ഉണ്ടായിക്കോട്ടെ, അവരുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ എന്തിനാണ് ഇങ്ങനെ വലിച്ചിഴക്കുന്നത്? അവർ നിങ്ങളോട് എന്ത് ദ്രോഹം ചെയ്തു? കാപ്പൻ സ്ഥലത്തില്ലാത്തപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി മരണവീടുകളിൽ പോയി ഒരുപക്ഷെ റീത്ത് വയ്ക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ആലീസ് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധം. സ്വന്തം ഭർത്താവിന്റെ കർമ്മ മേഖലയിൽ സഹായിക്കുന്നതാണ് ആലീസിന് പറ്റിയ തെറ്റ്. നിഷയുടെ കാര്യത്തിൽ വേറെയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് ഒരു സാമൂഹിക പ്രവർത്തക എന്ന നിലയിൽ പേരെടുത്തയാളാണ് നിഷ. തന്റെ ശാരീരികാവസ്ഥയെ പോലും മറന്ന് ക്യാൻസറിനെതിരെ ബോധവൽക്കരണവുമായി കടന്നു ചെല്ലാത്ത മേഖലകളൊന്നുമില്ല. സത്യത്തിൽ അതാണ് അവർക്ക് പറ്റിയ തെറ്റ്. അവർ ക്യാൻസർ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി അവർക്കറിയാവുന്ന സ്കൂബ ഡൈവിംഗ് വരെ നടത്തിയിട്ടുണ്ട്. ഇനി കടലിൽ പോയി മത്സരിക്കുമെന്ന് ആരെഴുതുമെന്നുള്ളതാണ് ചിലരെങ്കിലും നോക്കിയിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ സ്ത്രീകളെ അപമാനിക്കുന്നത്? നിഷ മത്സരരംഗത്ത് ഇറങ്ങിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ പറ്റി അറിവുള്ളവരാണ് നിഷയും ഭർത്താവും. നാട്ടിൽ ചിലരെ കൊണ്ടൊക്കെ ജോസിനെതിരെ പറയിച്ചിട്ടും തൃപ്തി വരാത്ത ഒരു വർഗമാണ് കുടുംബത്തിൽ കലഹമുണ്ടാക്കാൻ പറ്റുമോ എന്ന് പരീക്ഷിക്കുന്നത്. കേട്ടിടത്തോളം ഈ രണ്ട് സ്ത്രീരത്നങ്ങൾക്കും ഇങ്ങനെ ഒരു മത്സരപൂതിയില്ല. ഭർത്താക്കന്മാരോടുള്ള രാഷ്ട്രീയ വൈരാഗ്യം വെച്ചുകൊണ്ട് ആ പാപങ്ങളെ വെറുതെ വലിച്ചഴിക്കുന്നു. അവരുടെ കഴിവുകൾ അവരവരുടെ പ്രവർത്തന മേഖലകളിൽ ഉപയോഗിക്കട്ടെ. അതിനെ നിങ്ങൾ വാർത്തകളാക്കി ജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാറിയാൽ അതായിരിക്കും അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും വലിയ സഹായം. ജോസ് കെ മാണിയും കാപ്പനും കഴിവുകെട്ടവരാണെന്ന് ചിത്രീകരിക്കാൻ മാത്രം അവരുടെ ഭാര്യമാരുടെ പേര് ദുരുപയോഗം ചെയ്യരുത്. ഇതിനേക്കാളൊക്കെ വേദനാജനകമായ ഒരു കാര്യം, ജോസ് കെ മാണിയെ അവഹേളിക്കുവാൻ പാർട്ടിയിലുള്ള ചില നിക്ഷിപ്ത താല്പര്യക്കാരും കുറെ നാളായി കളത്തിലുണ്ട്. ഇവരിൽ നിന്നെല്ലാം രക്ഷിക്കണമേ എന്ന് ദിവസവും മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. കുറെ നാൾ മുമ്പ് ഒരുപാട് ശത്രുക്കളെ ജോസിന് സമ്പാദിച്ചു കൊടുത്തിട്ടുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. നിഷ ജോസ് പാലായിൽ മത്സരിക്കണം, പാല തിരിച്ചു പിടിക്കണമെന്ന്. അത് കണ്ട മുൻഷി ചോദിച്ചത്, പാല എന്ന് നേരെ പിടിച്ചാൽ പോരെ, എന്തിനാ തിരിച്ചു പിടിക്കുന്നത് എന്നാണ്. ജോസ് എന്ത് സഹായമാണ് അവന് ചെയ്തതെന്ന് അന്വേഷിച്ചപ്പോൾ പണ്ട് സൈബർ ആക്ട് അനുസരിച്ച് അയാളുടെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയുടെ പേരിൽ കേസ് വന്നപ്പോൾ ജോസാണ് അത് ഒതുക്കി തീർത്തു കൊടുത്തത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, അയാൾ സൃഷ്ടിച്ചെടുത്ത ചില വാർത്തകൾ ഈ പെൺകുട്ടിയുടെ പേരിലുള്ള മൊബൈൽ സിമ്മിലൂടെ പ്രക്ഷോഭണം ചെയ്തതിന് ആരോ പരാതി കൊടുക്കുകയും അത് വലിയ പ്രശ്നമായി മാറുകയും ചെയ്തു. അന്ന് ഇയാളെ സഹായിച്ചു കൊടുത്തതിന് നന്ദി സൂചകമായിട്ടാണ് ജോസ് കെ മാണിയെ കൊണ്ട് ഒന്നിനും കൊള്ളുകേല, പകരം നിഷ മത്സരിച്ച് പാലാ മണ്ഡലം തിരിച്ചു പിടിക്കണമെന്ന് പോസ്റ്റ് ഇറക്കിയത്. ഇതിനൊക്കെ സ്നേഹപ്പാര എന്ന് വിളിക്കാം അല്ലേ? ഈ മന്ത്രിസഭ ഉണ്ടായപ്പോൾ മന്ത്രിയുടെയോ അല്ലെങ്കിൽ ചീഫ് വിപ്പിന്റെയോ പേഴ്സണൽ സ്റ്റാഫിൽ കയറണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഇയാളെ അവരാരും ആ ഏരിയയിൽ അടുപ്പിച്ചില്ല. അതിന്റെ വിരോധത്തിലാണ് റോഷിയെയും ജോസ് കെ മാണിയെയും തമ്മിലെടുപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ ഇയാൾ പടച്ചുവിട്ടത്. ഇത് നിയന്ത്രിക്കേണ്ട വിഷയം തന്നെയാണ്. ഉത്തരവാദിത്തപ്പെട്ടവർ ശക്തമായി വിലക്കി നിർത്തണം. ജോസ് കെ മാണി പൊതുവെ വായിൽ കോലിട്ട് കുത്തിയാൽ പോലും ആരെയും കുറ്റം പറയാത്ത ഒരാളാണ്. അതാണ് ഇവന്മാരെല്ലാവരും മുതലാക്കുന്നത്. എന്നാൽ മധ്യകേരള യാത്രയുടെ ഇടയിൽ ശക്തമായി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പലരും ഒതുങ്ങിപ്പോയ കാര്യം ജോസ് ഒന്നുകൂടി ഓർമ്മിച്ചാൽ കൊള്ളാം. റോഷിയെ കുറ്റം പറഞ്ഞ് ജോസിന്റെ പ്രീതി സമ്പാദിച്ച് പാർട്ടിയിൽ കയറിക്കൂടി സീറ്റ് അടിച്ചു മാറ്റാമെന്ന് കരുതി പുറത്തു നിൽക്കുന്ന ചിലരെല്ലാം ഇപ്പോൾ കളത്തിലിറങ്ങിയിട്ടുണ്ട്. പല രൂപത്തിൽ, പല ഭാവത്തിൽ. അവന്മാരെയും സൂക്ഷിക്കുന്നത് നല്ലതാണ്. പണ്ട് വിൻസൻ ചർച്ചിൽ ഹൗസ് ഓഫ് കോമൺസിൽ എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി പ്രാർത്ഥിച്ചത് വെറുതെ അല്ല. ദൈവമേ, എൻ്റെ മിത്രങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണേ, ശത്രുക്കൾ ആരാണെന്ന് അറിയാവുന്നത് കൊണ്ട് ഞാൻ നോക്കിയാണ് നിൽക്കുന്നത്.